ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ ഞാനും കുട്ടും വിചാരിച്ചു ഓക്കെ രാവിലെ ലിറ്റിൽ ഇന്ത്യ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. അങ്ങനെ രാവിലെ പോകണമെന്ന് വിചാരിച്ചത് ഒരു 7 മണിക്കെല്ലാം. അതപ്പോൾ ഒരു വൈബ് ഉണ്ടാവുമല്ലോ എനിക്കെല്ലാം. അപ്പോൾ നല്ല ആ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുമ്പോഴെല്ലാം ആ ടൈമിൽ ഇതുവരെ ഞാൻ എവിടെ പോയിട്ടില്ല. പോയിനി പോയിനി. പക്ഷെ എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആ സമയത്ത് പോകണമെന്ന് വിചാരിച്ചിന്. പക്ഷേ എണീക്കാനുള്ള വല്ലാത്ത ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ചോന്ന മനുഷ്യനുണ്ടാകുമ്പോൾ റോഡ് കിടക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഈ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടു അതൊന്നും മൈൻഡാക്കൂല. അപ്പോൾ ഓനിങ്ങനെ കടന്നിട്ട് പോകും. അങ്ങനെ നമ്മൾ 7 മണിക്ക് പോകാൻ വിചാരിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് 8 മണിക്കാണ് എണീച്ചത് തന്നെ. എന്നിട്ട് എനിക്ക് വിചാരിച്ചു ഇനിയിപ്പോൾ പോകണോ, ഒന്നുകൂടെ ഉറങ്ങാം, ഉച്ചക്ക് എണീച്ചിട്ട് ചോറ് തിന്നാന്നുള്ളൊരു രീതിയിലെത്തിന്. പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ചതല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാന്ന്. അങ്ങനെ നമ്മൾ പോകുന്നത്. ഇപ്പം ഞാനും കുട്ടുവേ ഉള്ളൂ. പക്ഷെ ഇന്നലെ രാത്രി ഒരാൾ വരാമെന്നെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പേര് ഞാൻ പറയാം ആരീന്ന്. പൈസ എന്നെ സണ്ണ് സ്ലാപ്പാക്കുന്നു പറഞ്ഞു വന്നത്. ഇന്നലെ രാത്രി നമ്മൾ അബീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അബി പോവാന്ന് പറഞ്ഞിട്ട്. സെറ്റ് പോവാ, നീ എണീക്കുമ്പോൾ എന്നെ വിളിക്ക്, ഞാൻ റെഡി, സെറ്റ് പോവാന്നെല്ലാം പറഞ്ഞിട്ട് സെറ്റ്. ഇന്ന് രാവിലെ വിളിക്കുമ്പോഴത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓൻ ഉറങ്ങുന്നു. എന്തെന്ന് ഓനാക്കണ്ടേ? മോനെല്ലാം വിശ്വസിച്ചിട്ട് നമുക്കൊരു കാര്യം ഏൽപ്പിക്കാൻ പറ്റുക? എന്നിട്ട് പോനില്ല, നമ്മൾ രണ്ടാളും മാത്രം പോന്നു. വാഴ നമ്പർ 1, വാഴ നമ്പർ 2 ഈസ് ഗോയിങ്. നിങ്ങൾക്ക് ഈ സ്ഥലം പരിചയമുണ്ടോ? എൻ്റെ വീഡിയോയിൽ കണ്ടിട്ട്. ഇതാണ് നമ്മൾ എല്ലാവരും കയറാൻ പോകുന്ന സ്ഥലം. സ്റ്റെപ്പിലേക്ക് കയറാം, പക്ഷേ വേർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിൽ പോവാം. അടുത്ത സ്റ്റോപ്പിലാണ് നമ്മൾ അറിയിക്കുന്നത്. ആടെ നിന്നാണ് നമ്മൾ MRT എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ MRT സ്റ്റേഷനിലെത്തി ഗൈസ്. ശനിയാഴ്ച ആണെങ്കിൽ നല്ല തിരക്കുണ്ട്, നല്ല ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാം ഗൈസ്, ശരിക്കും നമുക്ക് മറ്റേ സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളത് ലാസ്റ്റിൻ്റെ 2ാമത്തെ സ്റ്റോപ്പാണ്. അപ്പോൾ അതിൽ ട്രെയിനിൽ തിരക്കായിരിക്കും വിചാരിച്ചിട്ട് നമ്മൾ എന്തൊക്കെ അറിയോ, നമ്മൾ ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് പോയി. ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റോപ്പിലേക്ക് പോകുന്നത്. അടുത്ത സ്റ്റോപ്പാണ് സ്റ്റാർട്ടിങ് സ്റ്റോപ്പ്. അപ്പോൾ ആളെ പോയാൽ അതാണ് ട്രെയിനിൽ സീറ്റ് ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് സ്റ്റേഷനിൽ, അതായത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്, മറ്റേ ട്രെയിൻ സ്റ്റാർട്ടിങ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ പോയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറിയിരിക്കുന്ന ട്രെയിനിൽ ഫുഡ് സ്റ്റാർട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഞങ്ങൾ ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് പോയിട്ട് വേറെ ട്രെയിനിൽ തിരിച്ചു വരും. പക്ഷെ ഇതങ്ങനെയല്ല ഗൈസ്, നമ്മൾ അതേ ട്രെയിനിൽ തന്നെ ഇരുന്നിട്ട് ആ ട്രെയിൻ തിരിച്ചു വരും. അപ്പം നമുക്ക് എണീക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എണീച്ച് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്ന് സെയിം ട്രെയിനിൽ. അങ്ങനെ നമ്മൾ MRTയിൽ വന്നിട്ട് ലിറ്റിൽ ഇന്ത്യയിൽ ഇറങ്ങി ഗൈസ്. ലിറ്റിൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിറ്റിൽ ഇന്ത്യ ഇറങ്ങിയിട്ട്
നടക്കുന്നുണ്ട്. നമ്മൾ എവിടെ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എവിടെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും എസ്കലേറ്ററിൽ കൂടി നടക്കാനോ നിൽക്കാനോ പറ്റില്ല. ഒരു സൈഡിൽ ഈ ഒരു എസ്കലേറ്ററിൽ ഒരു സൈഡിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ മറ്റേ സൈഡിൽ കൂടി ആൾക്കാർക്ക് നടക്കാം. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് നിൽക്കാൻ പറ്റൂല. അഥവാ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ അഥവാ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സൈഡിലേക്ക് മാറിക്കൊടുക്കണം. അങ്ങനെയാണ് എടുത്തൊരു സെറ്റപ്പ്. ഇതെല്ലാം നല്ല സ്മെല്ലുണ്ട്. നല്ല ചന്ദനത്തിരീൻ്റെ നല്ല സ്മെല്ലുണ്ട്. ഈ നല്ല മുല്ലപ്പൂവും ഇതിന് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല റോസാപ്പൂവും കളർ റോസാപ്പൂ. പച്ച ലൈസ് ഉണ്ട്, ഓറഞ്ച് ലൈസ് ഉണ്ട്. പാത്രം വേണോ? പാത്രം. കുറേ പൂക്കടകളും പച്ചക്കറി കടകളും ഉണ്ട് ഇവിടെ ഈ ഏരിയയിൽ നടന്നു പോകുമ്പോൾ. നല്ല തമിഴ് പാട്ടെല്ലാം വെച്ചിട്ട് ഉണ്ട് എല്ലാ ആൾക്കാരും. എൻ്റെ സണ്ണ ഇങ്ങനെ സ്ലാപ്പ് ചെയ്ത് കൊല്ലും. നല്ല വെയിലുണ്ട്. നല്ല ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ചൂടില്ല, പക്ഷെ ചൂടുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇവിടെ കോമള വിലാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നീ ഇത് നോക്കണം. ബനാന ബജി. എനിക്ക് സാമ്പാർ വകയല്ല, നോർമൽ വക. എന്ത് രസാ കാണാൻ വേണ്ടിയിട്ട്. നല്ല മണവുണ്ട്. തിന്നാനിങ്ങനെ കൊതിയാണ്. അപ്പം ഇത് കേസരിയാന്ന് തോന്നുന്നു. ഇത് ഉപ്മാവ്, വട, സാമ്പാർ, ചട്നി, ദോശ. ഇതെന്ത് കിട്ടും? ഇത് മിനി ഇഡ്ഡലി. ഓൾറെഡി സാമ്പാറിൽ ഇട്ട് വെച്ച ഇഡ്ഡലി. പിന്നെ ഇവിടെ കുറച്ച് സാമ്പാറുണ്ട് കേട്ടോ. പിന്നെ ചായ വരണം. അത്ര ചായ സാമ്പാറൊക്കെ ചട്നി ഉണ്ട്. ഇത് കേസരി. ഇത് ഉപ്മാവല്ല കേട്ടോ. ഞാൻ കണ്ടപ്പോൾ ഉപ്മാവെന്ന് പറഞ്ഞു. ഇത് പൊങ്കലാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ പാത്രത്തിലുള്ള ഇഡ്ഡലി നൈസായിട്ട് ഇലയിലേക്ക് ഇടാം, മാറ്റി വെക്കാം. നമുക്കിങ്ങനെ കൊഴിച്ച് ഉടച്ച് തിന്നാം. നമുക്ക് ചായ കുടിക്കാം. നല്ല ചായ.
ഞാൻ ഫുള്ള് തിന്നു, ദോശയും തിന്നു, ഇഡ്ഡലിയും തിന്നു. പക്ഷേ ഇത് രണ്ടും എനിക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തിന്നില്ല. പക്ഷെ കുട്ടു തിന്നു ഫുള്ള്. കുട്ടു ഈസ് വെരി ഗുഡ് ബോയ്. കുട്ടു എല്ലാം കഴിച്ചു. കുട്ടുമ്മ കുട്ടു സൂപ്പറിനാണ് കുട്ടുമ്മ കുട്ടു. അപ്പോൾ നമ്മ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഗൈസ്. ഇപ്പോൾ നല്ല വെയിൽ വന്നു, ഇപ്പോൾ നല്ല ചൂടുമായി. ചൂടിൽ നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നല്ല വെയിലുണ്ട്, നല്ല കാലുണ്ട്. നല്ലോണം തിന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി തോന്നുന്നു. പക്ഷെ വീട്ടിൽ പോട്ടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോന്നു കേട്ടോ. ശരിക്കും നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചിനെ, പക്ഷേ ഇപ്പം തന്നെ വയറ് നല്ലോണം നിറഞ്ഞു. ഇനിയൊന്നും കഴിക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ പോകുന്ന വഴിക്ക് ഞാൻ ഐ ജ്യൂസ് കഴിക്കും, അത് വേറെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2-3 ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വിഗ്രഹമെല്ലാം കണ്ടിട്ടുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് കയറിയിട്ട് നോക്കിയത്, വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ഷോപ്പിലെല്ലാം കയറി ഇറങ്ങിയിട്ട് നമ്മ MRT കയറുമുണ്ട്. ഇത് മാർക്കറ്റാണ്, മാർക്കറ്റിലേക്ക് കൂടിയിട്ട് ഇങ്ങനെ നടന്നിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പം അപ്പുറത്തെല്ലാം കുറേ ഷോപ്പുണ്ട്. അപ്പോൾ ആൾ നല്ല ചന്ദനത്തിരീൻ്റെ മണമെല്ലാം ഉണ്ടായിന്. അപ്പം അങ്ങനെ നമ്മൾ നടന്നിട്ട് MRT, അപ്പോൾ നമ്മൾ MRT എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. ശരിക്കും നമ്മൾ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാന്നായിരുന്നു പ്ലാന്. പക്ഷെ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് എണീച്ചപ്പം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നാലും എന്തെങ്കിലും എക്സ്ട്രാ ഒന്നും കൂടി കഴിക്കണം എന്ന് വിചാരിച്ചു. നമ്മൾ വയറ് ഫുള്ളായി, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകുന്നു. ഇനി ഉച്ചക്കല്ലേ, അപ്പം നോക്കാം, വിശക്കുമ്പോൾ അതിൽ തിന്നാം. അപ്പം നമ്മൾ ട്രെയിനിൽ കയറാൻ പോകുന്നു ഗെയ്സ്. അയ്യോ, കുട്ടിനെ തലാണെന്നില്ല. അപ്പം നമ്മ കുമ്പോൾ സ്റ്റേഷനിൽ എത്തി, ഇനി വീട്ടിൽ പോന്ന്. അയ്യോ, ഇതാരാ? ഇതെന്റെ കുട്ടല്ലേ? കുട്ടിശി കുട്ടല്ലേ? കുട്ടു പ്രയോറിറ്റി ആണോ? ഇത് പ്രയോറിറ്റി ഇല്ലാതെ കുട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മ MRT ഇറങ്ങി LRT കയറി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷെ നമ്മളിപ്പോൾ അബീൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നത്, കാരണം ഓൻ നമ്മളോട് വരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചല്ലേ. അപ്പോൾ ഓന് 2 തിരക്കും മാറ്റം കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് അബീൻ്റെ വീട്ടിൽ പോകാം. ഓക്കെ, അബീൻ്റെ വീട് നമ്മുടെ വീട് അത്ര ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെ, ഒരു 5 മിനിറ്റ് നടക്കാനുണ്ടാവുമായിരിക്കും. അപ്പോൾ അബീൻ്റെ വീടിൻ്റെ അവിടെയുള്ള LRTയിൽ നമ്മൾ LRT ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. നമ്മ അബീൻ്റെ ഫ്ലാറ്റിലെത്തി. നമുക്ക് പോയിട്ട് അബീനെ പേടിപ്പിക്കാം. ഹായ്, എന്നെ കിട്ടിയല്ലേ? സോറി ഗൈസ്.
ഇവനാണ് ഞങ്ങള് രാവിലെ വരാതെ പറഞ്ഞ് പറ്റിച്ച പോയതല്ലേ. നല്ല മഴ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ പെരുമഴ പെയ്യും. നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് വേഗം വീട്ടിൽ പോകുന്നു. അബിയും സുദിനും കൂടെ ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുണ്ട്. മഴ പെയ്തു ഗൈസ്. മഴയത്തിന് നമ്മൾ ഓടണം, കാരണം നമ്മളെ കയ്യിൽ കൊടയില്ല. സോ വി ഹാവ് ടു റൺ. ये बत्तख बत्तख നോക്കൂ, ഭയങ്കര മഴയാണ്. ഭയങ്കര മഴ, ഇടിയെല്ലാം മുട്ടുന്നുണ്ട്. നല്ല മഴയുണ്ട്. നമ്മുടെ കയ്യിൽ കൊടിയില്ല. അപ്പൊ നമ്മ എല്ലാ ഫ്ലാറ്റിന്റെ അടിയിലെല്ലാം കൂടി മഴ നനയാതെ പോവാൻ നോക്കാം. ലെറ്റ്സ് ഗോ. നമ്മ അതുകൊണ്ട് ഏതെല്ലോ ഫ്ലാറ്റിന്റെ അടിയിലെല്ലാം കൂടെ ഇങ്ങനെ നടന്നിട്ട് പോകുന്നുണ്ട്. ഇവിടെ അപ്പോഴത്തേക്ക് ഒരു വാഴയുണ്ട്. വാഴയിൽ വാഴപ്പഴമുണ്ട്. വാവ്, ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ. നല്ല കുറേ ചെടികളുണ്ട്. ജിമ്മി 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 ജിമ്മി. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് കറിവേപ്പിലയാണെന്ന്, പക്ഷെ എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല കണ്ടിട്ട്. കറിവേപ്പില തന്നെ ആയിരിക്കണം. കുട്ടു, അത് കറിവേപ്പിലയാ? അപ്പൊ കുട്ടു കറിവേപ്പില അത് പറഞ്ഞ സ്ഥിതിക്ക് അത് കറിവേപ്പില തന്നെ ആയിരിക്കണം ഗൈസ്. ഹായ്, ഈ ചെടി പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിന് ഗൈസ്. ഓ മൈ ഗോഡ്. രണ്ടാള് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് ട്ടാ. ഓക്കെ ഓക്കെ ഗൈസ്, ബൈ. ഇതൊരു നല്ലൊരു ഏരിയ ആണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം, ഇരുന്നിട്ട് വർത്താനം പറയാം. പിന്നെ ഇവിടെ രണ്ടാൾ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചിട്ടില്ല. ഇവിടെ രണ്ടാൾ ഇരിക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കിവിടെ ചെസ്സ് കളിക്കാം. ചെസ്സിൻ്റെ ഉണ്ട്. ഇവിടെ ഇരിക്കാം. പക്ഷെ ഇതെന്ത് ഗെയിമെന്ന് എനിക്കറിയില്ല, ബട്ട് എന്തോ ഒരു ഗെയിമാണ്. കുറച്ച് ബുക്സ് ഉണ്ട്. ലിറ്റിൽ ഫ്രീ ലൈബ്രറി. നമുക്ക് ബുക്സ് എടുത്തിട്ട് വേണമെങ്കിൽ വായിക്കാം. പക്ഷെ ഇവിടെ സിഗരറ്റ് ഒന്നും വലിക്കാൻ പാടില്ല കേട്ടോ. മഴ കുറച്ച് മാറിയിട്ടുണ്ട്, എന്നാലും മഴയുണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ? ഒരാളൊരു കുഞ്ഞിനെ തട്ടിയിട്ട് പോകുന്നുണ്ട് ഗൈസ്. ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. കാണുന്നുണ്ടോ? ഒരാൾ കുഞ്ഞിനെ തട്ടിയിട്ട് പോകുന്നുണ്ട്. നല്ല കുഞ്ഞു മോള്. മഴ മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല. കണ്ടില്ലേ, നല്ല മഴ പിടിച്ചിട്ടുണ്ട്. പക്ഷെ മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ മഴ ഇങ്ങനെ കുറച്ച് കുറച്ച് പാറുന്നുണ്ട് ഗൈസ്. നമ്മ അങ്ങനെ വീട്ടിലെത്തിയില്ല, ലിഫ്റ്റ് കയറാൻ പോകുന്നു. അപ്പം ഇന്നേക്ക് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, ബൈ.